ഇൻറ്റലിജൻസ് കോക്ക് കൽക്കി 2898 AD നാഗ് അശ്വിൻ എന്നടാ പണി വെച്ചിരിക്കറേ അന്യായം എന്ന് വെച്ച് കഴിഞ്ഞാൽ ബ്രഹ്മാണ്ടം. നിങ്ങൾ ഏത് സൂപ്പർലേറ്റീവ് വേർഡ് ഉപയോഗിച്ച് ഇതിനെ ക്വാളിഫൈ ചെയ്തോ കുറഞ്ഞു പോയുള്ളൂ. 600 കോടി ബഡ്ജറ്റ്. എവളോ 600 കോടി ബഡ്ജറ്റ്. 600 കോടി ബഡ്ജറ്റിന് അതിനപ്പുറമാണ് പണി വെച്ചിരിക്കുന്നത്. ഒരു ഇന്ത്യൻ സിനിമയെന്ന് വിശ്വസിക്കാൻ പ്രയാസമുള്ള അത്രയും ഗംഭീരമായിട്ട് എടുത്തു വെച്ചിരിക്കുകയാണ്. ഇതിലെ VFX, ഇതിലെ മറ്റേ ടെക്നിക്കൽ സൈഡ്, ക്വാളിറ്റി ഒക്കെ മാറ്റി നിർത്തി കഴിഞ്ഞാലും ഇതിൻ്റെ ക്രിയേറ്റീവ് സൈഡ്, ഇതിൻ്റെ ക്രിയേറ്റീവ് എല്ലാം പരിശോധിക്കുകയാണെങ്കിൽ തന്നെ ഹൈയാണ്, വൻ ഹൈയാണ്. മഹാഭാരത പോലെ ഒരു സാധനം എടുത്തിട്ട് അത് വളരെ ഫ്യൂച്ചറിസ്റ്റിക് ആയിട്ട് 2898 കാണിക്കുമ്പോൾ ഒരു സൈഫൈ കൂടെ വന്നിട്ട് ഇതിൻ്റെ ഒരു അമാൽഗമേഷനാണ്. ഇതിങ്ങനെ എക്സ്പോസ് ചെയ്തിട്ട് നമ്മുടെ മുമ്പിൽ ഇട്ടുവരാണ്. കിടിലൻ സ്ക്രീൻ പ്ലേ. അതായത് തുടക്കം മുതൽ സിനിമ കീപ്പ് ചെയ്യുന്നൊരു ടെമ്പറമെൻ്റ് ഉണ്ട്. ആ ടെമ്പറമെൻറ്റ്, അതായത് ഒരുപാട് ക്യാരക്ടേഴ്സ് ഉണ്ട്. ചെയ്തിരിക്കുന്നതൊക്കെ വൻ ടീംസാണെന്ന് അറിയാലോ. ഇന്ത്യൻ സിനിമയിലെ മഹാരഥന്മാരായിട്ടുള്ള അമിതാഭ് ബച്ചൻ, കമലഹാസനൊപ്പം റെബൽ സ്റ്റാർ പ്രഭാസിൻ്റെ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ ബാഹുബലിക്ക് ശേഷം പ്രഭാസ് വല്ലാണ്ട് അടി പോയിട്ടുണ്ടായിരുന്നു. സാഹോയി കഴിഞ്ഞാലും അതിനുശേഷം വന്ന ആദിപുരുഷൻ്റെ ആദിപുരുഷൻ്റെ ഒക്കെ അവസ്ഥ അറിയാം. ഇതുപോലെ തന്നെ വൻ പണം മുടക്കി എടുത്തിട്ട് വട്ടത്തിലും നീളത്തിലും മുമ്പിൽ പോയ പടമാണ് ഇത് ആദിപുരുഷ്. പക്ഷേ ഇത് അതിനൊക്കെയുള്ള മറുപടിയാണ്. സലാറിൽ പ്രഭാസിൻ്റെ ഫിസിക്ക് അടിപൊളിയായിരുന്നു. പക്ഷേ ഇതിൽ വന്ന സമയത്തേക്ക് പ്രഭാസിൻ്റെ ആ ഒരു ഓറയ്ക്ക് പറ്റിയൊരു സാധനം. പ്രഭാസ് സെക്കൻഡ് ഹാഫിലൊക്കെ പുള്ളി വരുന്ന വേറെ ലെവൽ സാധനം. ഇതിൽ എന്ത് പറഞ്ഞാലും സ്പോയിലറാണ്. അതുകൊണ്ട് കഥയെക്കുറിച്ചോ ക്യാരക്ടേഴ്സിനെ കുറിച്ചോ ഒന്നും മിണ്ടാൻ സാധിക്കില്ല. പ്രഭാസിൻ്റെ ഇൻട്രോ എന്ന് പറയുന്നത് ഒരുമാതിരി ക്ലീഷേ ക്രിഞ്ച് തെലുങ്ക് ലെവൽ ഫാൻസിന് വേണ്ടിയുള്ള ഇൻട്രോ ആയിരുന്നു. അതുകൊണ്ട് ആ പടം തുടങ്ങി ഇങ്ങനെ വന്ന് പ്രഭാസിന് ഇൻട്രോ അടിച്ചപ്പോൾ അയ്യേ ഇത് കൊണ്ട് നശിപ്പിച്ചല്ലോ എന്ന ഫീലായിരുന്നു. പക്ഷേ സിനിമ മുഴുവൻ കണ്ടു കഴിഞ്ഞപ്പോൾ പ്രഭാസ് ചെയ്തിരിക്കുന്ന 2 ടൈപ്സ് ഓഫ് ക്യാരക്ടേഴ്സ് ഉണ്ട്. അത് ആയതുകൊണ്ട് തന്നെ ആദ്യത്തെ ക്യാരക്ടറിന് സ്യൂട്ടബിളാണ്. എന്നിരുന്നാൽ കൂടെ വലിയ ഫാൻ ഫോളോയിങ്ങുള്ള നടനായതുകൊണ്ട് തന്നെ ഫാൻസിനെ സാറ്റിസ്ഫൈ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കൈൻഡ് ഓഫ് ഇൻട്രോ ആയിരുന്നു. പിന്നെ കുറച്ച് ചളി കോമഡി, ബുജി എന്നെല്ലാം പറഞ്ഞ സാധനമുണ്ട്. ബുജിയുള്ള കോൺവെർസേഷനെ തവള എന്നൊക്കെ പറഞ്ഞിട്ട്, പിന്നെ എനിക്കും ഫാൻസ് ഉണ്ടോ എന്ന് മറ്റേ ഇതിൽ പറയും, സലാർ പറയുന്ന പോലെ ഇതിലും എനിക്കും ഫാൻസ് ഉണ്ട്, റിബൽ ഫാൻസ് എന്നൊക്കെ പറഞ്ഞാൽ തിയേറ്ററിൽ കൈയ്യട് വരാനുള്ള സാധനം. ആ ഒരു ഏരിയ ഒഴിച്ച് അത് മാറ്റി നിർത്തി കഴിഞ്ഞാൽ പടം വൻ ഹൈ ആണ്. പ്രഭാസ്, അമിതാഭ് ബച്ചനൊക്കെ എൻ്റെ പൊന്നോ, ഈ ഒരു പ്രായത്തിന് പുള്ളിയുടെ സ്ക്രീൻ പ്രസൻസ്, പുള്ളിയുടെ ക്യാരക്ടർ തന്നെ അതാണ്. പുള്ളിയുടെ ക്യാരക്ടർ അത്രയും ഹൈറ്റുള്ളൊരു ക്യാരക്ടർ, 8 അടി ക്യാരക്ടർ പുള്ളി അത് ചെയ്തു വെച്ചിരിക്കുന്നതിൽ പ്രഭാസും അമിതാഭ് ബച്ചനും തമ്മിലുള്ള ഒരു ഫേസ് ഓഫ് ഉണ്ട്. അതൊക്കെ കിടു. പിന്നെ കമലഹാസൻ അണ്ണൻ ഇനി പണ്ണപ്പോകരുത് അടുത്ത പടത്തിലാണ് കമലണ്ണൻ. ഇതിനകത്ത് കുറച്ചേ കാണില്ല, പക്ഷേ ആ ക്യാരക്ടറിൻ്റെ ഒരു ഡെപ്ത്നെസ് ഉണ്ടല്ലോ, അത് ശരിക്കും ഈ സിനിമയിൽ തന്നെ കാണാൻ പറ്റും. പിന്നെ ഞാൻ പറഞ്ഞു, ഇതിൽ ക്രിയേറ്റ് ചെയ്തിരിക്കുന്ന വേൾഡ് ഒരുപാട് മലയാളീസ് അഭിനയിച്ചിട്ടുണ്ട്. അന്നാബനൊക്കെ എന്നാ രസം അറിയാം. അന്നാബനൊക്കെ ഒരു ഇൻ്റർനാഷണൽ ലുക്ക്. മ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ കറക്റ്റ് ഒരു മാർവൽ പടം അല്ലെങ്കിൽ സ്റ്റാർ വാർസ് ഏത് ഇൻ്റർനാഷണൽ പടത്തിനും കൂടെ വെക്കാം. അന്നാബനൊക്കെ പറക്കുന്ന സീനൊക്കെ എന്താ പറയുക, പുള്ളിക്കാരുടെ കേളി ഹെയറും അങ്ങനത്തെ ഒരു സെറ്റപ്പ്. അതായത് ഓരോ ക്യാരക്ടറിനും ശോഭന എല്ലാവരും. പിന്നെ ക്യാമിയോസ് ഒരുപാട് പേരുണ്ട്. ക്യാമിയോസിനെ പറയുന്നില്ല, അത് കാണുമ്പോഴേ നിങ്ങൾക്ക് അത് എക്സ്പീരിയൻസ് കിട്ടിക്കോട്ടെ. അങ്ങനെ ദീപിക പാദുകോണ്ടൊക്കെ എപ്പിസോഡിൽ കാണിക്കുന്ന ചില സാധനങ്ങളുണ്ട്, പ്രഗ്നൻസിയും കാര്യങ്ങളൊക്കെ കാണിക്കുന്ന ചില ഏരിയാസ് ഉണ്ട്. അവിടെ കാണുന്ന സമയത്ത് ഈ പടം ഞാൻ മലയാളത്തിലാണ് കണ്ടത്. ഡബ്ബിങ് പൊളി, ഒരു രക്ഷയില്ല. അതായത് സാറിന് ഏത് മലയാളം ഭാഷ തന്നെ പ്രശ്നമാണ്. ഏത് ഭാഷയിലെ സിനിമ മലയാളത്തിൽ ഡബ്ബ് ചെയ്ത് കഴിഞ്ഞാൽ ഭയങ്കര അബദ്ധമാണ്. കാരണം മലയാള ഭാഷയുടെ മീറ്ററും റിതമൊക്കെ അങ്ങനെയാണ്. പക്ഷേ ഇതിൽ അങ്ങനെയൊന്നും പ്രശ്നം പറ്റിയിട്ടില്ല. നല്ല കിടുവായിട്ട് ഡബ്ബ് ചെയ്ത് വിട്ടിട്ടുണ്ട്. എല്ലാവരുടെയും മലയാള നടന്മാർ അവർ തന്നെയാണ് ഡബ്ബ് ചെയ്തിരിക്കുന്നത്. അവരുടെ ഒറിജിനൽ സൗണ്ടാണ്. അതിൻ്റെ ഒരു സുഖം കൂടിയുണ്ട് കാണുമ്പോൾ, അവരുടെ ശബ്ദം കേൾക്കുമ്പോൾ. ഞാൻ ഏരീസിലെ OD1 കണ്ടത്, 3D ആണ് കണ്ടത്. 2D കണ്ട ആളുടെ എക്സ്പീരിയൻസ് എങ്ങനെയാണെന്ന് എനിക്കറിയില്ല. 3D കണ്ടിട്ടുള്ള എക്സ്പീരിയൻസ് അതാണ് പറഞ്ഞത്, അന്യ എക്സ്പീരിയൻസ്. ഇങ്ങനെ കണ്ടിരിക്കും. 3 മണിക്കൂറുള്ള പടമാണ്. അതിൽ ഒരു നിമിഷം പോലും അറ്റൻഷൻ ഡീവിയേറ്റ് ചെയ്യാതെ ഇങ്ങനെ വേറൊരു വേൾഡിൽ കയറിയിരുന്നിട്ടുള്ള അവസ്ഥ അന്യായം. ജോർജ് ചാക്കോച്ചാവിസ് അദ്ദേഹമാണ് ഇതിൻ്റെ DOP. കറക്റ്റ് പ്രൊനൗൺസിയേഷൻ അറിയില്ല, വല്ല റഷ്യക്കാരനോ ക്രൊയേഷ്യക്കാരൻ അങ്ങനെ ആയിരിക്കും. കോട്ടഗിരി വെങ്കടേശ്വര അദ്ദേഹമാണ് ഇതിൻ്റെ എഡിറ്റർ. അദ്ദേഹത്തിൻ്റെ പ്രായം കണ്ട് ഞെട്ടിപ്പോയി. ഇത്രയും പ്രായമുള്ളൊരു മനുഷ്യൻ ഇങ്ങനെ ഒരു പടം എഡിറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നു, എന്തൊക്കെ അത്ഭുതങ്ങളാണ്. അതുപോലെ സന്തോഷ് നാരായണൻ അദ്ദേഹമാണ് സ്കോർ മ്യൂസിക് ചെയ്തിരിക്കുന്നത്.
സനയുടെ റേഞ്ച് അറിയാവുന്നതാണ്. സനയുടെ അന്യായ റേഞ്ചിലുള്ള കമ്പോസറാണ് സന. അദ്ദേഹം കിഡിലനായിട്ട് ഈ പടത്തിനെ എൻഹാൻസ് ചെയ്യുന്ന രീതിയിൽ കിഡിലനായിട്ട് അദ്ദേഹം സ്കോർ ചെയ്തു വെച്ചിട്ടുണ്ട്. പിന്നെ ഇതിൽ ഒരു പാട്ടുമുണ്ട്. പാട്ടിന് ഒരു പ്രാധാന്യമില്ലാത്ത സിനിമയാണ്. ഒരു പ്രത്യേക വേൾഡിൽ സീയും ഭയങ്കര മെഷീൻസൊക്കെ ഉള്ള ഒരു വേൾഡിൽ നിന്ന്, ഡ്രൈ ആയിട്ടുള്ള വേൾഡിൽ നിന്ന് ഇതിലൊരു സമയത്ത് ബാഹുബലിയിലേക്കുള്ള പോലെ ഒരു സ്ഥലമുണ്ട്. ബാഹുബലി ഫസ്റ്റിൽ മല കയറി പോകുന്നില്ലേ പ്രഭാസ്, അതുപോലത്തെ ഒരു സ്ഥലം. അത് കാണിക്കുന്ന സമയത്ത് ഭയങ്കര പ്ലസൻ്റായിരുന്നു. ആ സമയത്ത് അദ്ദേഹം ചെയ്തിരിക്കുന്ന ഒരു പാട്ടുമുണ്ട്, അത് രസമായിരുന്നു. ആ സമയത്തുള്ള കൊറിയോഗ്രാഫിയും പ്രഭാസിൻ്റെ ചെറിയ പരിപാടികൾക്ക് നൈസായിരുന്നു. പശുപതി, ബ്രഹ്മാനന്ദൻ, ശാശ്വത ചാറ്റർജി, മറ്റേ ട്രാവൽ വ്ളോഗർ സുജിത് ഭക്തനെ പോലെ ഉള്ള അദ്ദേഹം, അങ്ങനെ കുറേ പേരുണ്ട്. കാസ്റ്റൊന്നും പറയാൻ നിൽക്കുന്നില്ല. ഇങ്ങനെ മാലപ്പടക്കം പോലെ കിടക്കും അങ്ങനെ കാസ്റ്റ്, ക്യാമിയോ വേറെ സെറ്റ്. പക്ഷേ ഒരാളത് പറയാതെ രക്ഷയില്ല, രാജമൗലി വന്നിട്ട് പ്രഭാസിനെ വിളിക്കുന്ന സമയത്ത് പ്രഭാസ് പറയാം, ഇനി ഞാൻ വരൂല, എൻ്റെ 5 വർഷം നിങ്ങൾ തുലച്ചത്. അപ്പം രാജമൗലി പറയാം, 10 വർഷം എന്താടാ തുലയ്ക്കാൻ പോവുകയാണ്. അതൊക്കെ തിയേറ്ററിൽ വൻ ഓളായിരുന്നു. അങ്ങനെ കുറേ സംഭവങ്ങൾ ഇതിനകത്തുണ്ട്. ഇതൊന്നുമല്ല, പടം എന്ന് വെച്ച് കഴിഞ്ഞാൽ കാഴ്ചയാണ്. ഇതൊന്നും നമ്മുടെ മലയാളത്തിൽ നിന്ന് ഒരിക്കലും പോസിബിളല്ല. ഈ ബജറ്റ് ഇന്ത്യയിൽ തന്നെ പോസിബിളാണോ എന്ന് നമ്മൾ ശങ്കിച്ചിരുന്ന ഒരു പരിപാടിയാണ്. അതാണ് നാഗ് അശ്വിൻ എടുത്ത് തെളിയിച്ചിരിക്കുന്നത്. ഇനി ഇതിൻ്റെ അപ്പുറത്തേക്കാണ് അദ്ദേഹം ചെയ്യാൻ പോകുന്നത് ഉറപ്പാണ്. കാരണം അതിനുള്ളൊരു ബേസ് ഇട്ട് കഴിഞ്ഞു. അങ്ങനെ യൂണിവേഴ്സ് സെറ്റപ്പ് ചെയ്തിട്ട് നമുക്ക് ഇട്ട് തന്നിട്ടുണ്ട്. ഇതിനകത്തേക്ക് നമ്മുടെ മഹാഭാരതയിലെ ക്യാരക്ടേഴ്സും എല്ലാം കൂടി വരുന്ന സമയത്ത് ഇനി നടക്ക പോകരുത് യുദ്ധം. വെയിറ്റ് പണ്ടലാം പാക്കലാം.